students. Good morning. How are you? Fine? Okay. Did you study our previous chapter? 6th chapter air and water. Did you study well? The two question answers and importance of air. Did you read 5 times? I hope all read and study well. Okay. In the previous class we studied air, importance and need clean air. എയറിൻ്റെ ഇമ്പോർട്ടൻസും എയർ എന്താണ് എയർ എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ എന്താണ് എയറിൻ്റെ ഇമ്പോർട്ടൻസ്, എയറിൻ്റെ പ്രാധാന്യം, എന്തിനു വേണ്ടിയാണ് എയർ, എന്താണ് എയർ ടു ബ്രീത്ത്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൾസോ നീഡ് എയർ അല്ലേ. പ്ലാന്റ്സിനും ആനിമൽസിനും മനുഷ്യർക്കും ഒക്കെ എയർ അത്യാവശ്യമാണ്. എന്തിനാണ്? ടു ബ്രീത്ത്. ശ്വസിക്കണമെങ്കിൽ, ശ്വസനം വേണമെങ്കിൽ നമുക്ക് എയർ അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ കണ്ടു എയർ ഈസ് എവരിവെയർ. എയർ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ വി കാൻ സീ ഒൺലി ഫീൽ ഇറ്റ്. നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് ഫീൽ മാത്രമേ ഉള്ളൂ. എയർ ഉണ്ടെന്നുള്ള ഒരു ഫീലിങ്സ്. അതാണ് മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. എയർ മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? വിൻഡ് എന്ന് പറയുന്നത്. മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. പിന്നെ കണ്ടു നമ്മൾ നീഡ് ക്ലീൻ എയർ. എങ്ങനെ എയർ ക്ലീൻ ആക്കാം? എങ്ങനെയാണ് എയർ ക്ലീൻ ആക്കുന്നത്? ഗ്രോ മോർ പ്ലാന്റ്സ് അല്ലേ. ഗ്രോ പ്ലാന്റ്സ് ക്ലീൻ ആക്കുന്നത്, പ്ലാന്റ്സ് ആണ് എയർ ക്ലീൻ ആക്കുന്നത്. അതുകൊണ്ട് സോ ഗ്രോ മോർ ആൻഡ് മോർ പ്ലാന്റ്സ്. കൂടുതൽ കൂടുതൽ ചെടികൾ നട്ടു വളർത്തി നമ്മൾ എയറിനെ ക്ലീൻ ആക്കുക. പിന്നെ ഡർട്ടി എയർ ക്യാൻ മേക്ക് എസ് ഇൽ. ഡസ്റ്റ് ആൻഡ് സ്മോക്ക് മേക്ക് എസ് ഡർട്ടി എയർ അല്ലേ. ഡർട്ടി എയർ മേക്ക് എസ് ഇൽ. സ്മോക്കും പിന്നെ ഡസ്റ്റും ഒക്കെ എയറിനെ ഡർട്ടിയാക്കും. ആ ഡർട്ടി എയർ നമ്മളെ ഇതാക്കുന്നു. അത് ശ്വസിച്ചാൽ നമ്മളെ ഇൽനെസ് വരുത്തുന്നു, രോഗാവസ്ഥയിലാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ ഗ്രോ മോർ ആൻഡ് മോർ ട്രീസ് ആൻഡ് സറൗണ്ട് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ ചുറ്റുപാടും നല്ല വൃത്തിയാക്കുക. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പിന്നെ എയറിന് സ്പേസ് അല്ലേ. എയറിലിരിക്കാൻ സ്പേസ് വേണം അല്ലേ. ഏത് ഷേപ്പിലാണോ നമ്മൾ എയർ തള്ളുന്നത് ആ ഷേപ്പിൽ എയർ അതാണ്. അതുകൊണ്ട് എയറിന് സ്പേസ് വേണം. ടുഡേ we will discuss the next topic, water. What are the importance of water? എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക്, വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ലാണ്ടേ അല്ലേ. വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനില്ല. വളരെ ഇമ്പോർട്ടൻസ്. എന്തൊക്കെയാണ് വെള്ളം വേണ്ടത്? നമുക്ക് കുടിക്കാൻ വെള്ളം വേണം അല്ലേ. എന്തൊക്കെയാണ് വാട്ടർ യൂസസ് ഓഫ് വാട്ടർ? എന്തൊക്കെയാണ് യൂസസ് ഓഫ് വാട്ടർ? ടെൽ മീ. വാഷ് അല്ലേ, അലക്കണമെങ്കിൽ, പിന്നെ പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ അല്ലേ. പിന്നെ വാട്ടറിങ് പ്ലാന്റ്സ്, ചെടികളൊക്കെ വളർത്തണമെങ്കിൽ എന്ത് വേണം? ചെടികൾക്ക് എന്ത് വേണം? വെള്ളം വേണം അല്ലേ. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ, എയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളവും അല്ലേ. അതുപോലെ നമുക്ക് കുടിക്കണമെങ്കിൽ, ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ എന്ത് വേണം? വെള്ളം അത്യാവശ്യമാണ്. പിന്നെ ആനിമൽസിന് വെള്ളം വേണ്ടേ? വെള്ളമില്ലെങ്കിൽ ആനിമൽസ് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായാൽ അല്ലേ, പുട്ട് ഔട്ട് ഫയർ എഞ്ചിൻ എന്താ കൊണ്ടുവരിക? വെള്ളം അല്ലേ. വെള്ളം ചീറ്റിക്കുക ചെയ്യാം. അങ്ങനെ ഫയർ എടുത്തു. പിന്നെ തറയൊക്കെ തുടയ്ക്കണമെങ്കിൽ, പാത്രങ്ങൾ കഴുകണമെങ്കിൽ, ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ എന്ത് വേണം? വെള്ളം വേണം അല്ലേ. These are the importance of water. Okay, today we will discuss the importance of water and share different sources of water. Okay, all ready? Okay, all of you take the page number 187. 187. Ready? Let's start this part. Water. All plants, animals and human beings need water to live. എന്താണ്? എല്ലാ പ്ലാന്റ്സിനും ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും ഒക്കെ എന്ത് വേണം? നീഡ് വാട്ടർ ടു ലീവ്. ജീവിക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും, പ്ലാന്റ്സിനും ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും ഒക്കെ ജീവൻ വേണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ്. We get water from, എവിടുന്നൊക്കെ ഈ വാട്ടർ എവിടുന്നൊക്കെ കിട്ടുന്നത്?
വി ഗെറ്റ് വാട്ടർ ഫ്രം റെയിൻ, റിവേഴ്സ് ആൻഡ് വെൽസ്. എവിടുന്നൊക്കെയാണ്? റെയിൻ അല്ലേ, ശുദ്ധമായ പ്യുവർ വാട്ടർ ഏതാണ്? നമുക്ക് ആകാശം വരുന്ന നമ്മുടെ സ്കൈയിൽ വരുന്ന പ്യുവർ വാട്ടർ, റെയിൻ വാട്ടർ, അതാണ് പ്യുവർ വാട്ടർ. പിന്നെ വാട്ടർ എവിടെ ചെന്ന് പതിക്കുന്നു? റിവേഴ്സിലും വെൽസിലും പോണ്ട്സിലും ഒക്കെ ചെന്ന് പതിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താവുന്നു? വെള്ളം കെട്ടിക്കിടന്ന് അതൊക്കെ എന്താണ്? വെള്ളത്തിൻ്റെ സ്രോതസ്സുകളാണ്, വെള്ളത്തിൻ്റെ ഉറവിടങ്ങളാണ് കേട്ടോ. വി ഗെറ്റ് വാട്ടർ ഫ്രം എവിടുന്നൊക്കെയാണ്? റെയിൻ, റിവേഴ്സ് ആൻഡ് വെൽസ്. വി നീഡ് വാട്ടർ ഫോർ മെനി തിങ്സ്. പിന്നെ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂസസ് ഓഫ് വാട്ടർ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ടു വാഷ് അല്ലേ, അലക്കാൻ. ടു ടു ബാത്ത് കുളിക്കണമെങ്കിൽ. ടു ഡ്രിങ്ക് കുടിക്കണമെങ്കിൽ. ടു പുട്ട് ഔട്ട് ഫയർ. ടു ക്ലീൻ. ടു ഗ്രോ പ്ലാന്റ്സ്. ടു കുക്ക്. ക്യാൻ യു സീ ദിസ് പിക്ചർ ആൻഡ് റീഡ്? ടു വാഷ് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ആണ്, വെള്ളത്തിൻ്റെ പ്രാധാന്യം. ടു വാഷ്, ടു ബാത്ത്, ടു പുട്ട് ഔട്ട് ഫയർ, to clean, to grow more plants, to cook. ഇത്രയാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത് ഇമ്പോർട്ടൻസ്. വെള്ളം നമുക്ക് എന്തിനൊക്കെ ആവശ്യമുണ്ട്? ആണ് മെനി തിങ്സ്. വി നീഡ് വാട്ടർ ഫോർ മെനി തിങ്സ്. പിന്നെ ക്വിക്ക് ചെക്ക് നോക്കിയേ. വി ഗെറ്റ് വാട്ടർ ഫ്രം എവിടുന്നൊക്കെയാണ്? യു റൈറ്റ് റെയിൻ, റിവേഴ്സ് ആൻഡ് വെൽസ്. ഹിയർ യു റൈറ്റ് കേട്ടോ. സോഴ്സസ് ഓഫ് വാട്ടർ ആണ് ഇവിടെ എഴുതുന്നത്. ഏതൊക്കെയാണ് സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ? റെയിൻ, reverse wells, rain, reverse and wells. You write here, rain, reverse and wells. Okay, what are the importance of what are the uses of water? To wash. The importance uses of water to wash. പിന്നെ to bath, അല്ലേ, കുളിക്കാൻ. To bath, to wash എന്താണ്? അലക്കാൻ. പിന്നെ to put out fire, to put out fire, തീ കെടുത്താൻ അല്ലേ. to clean, നിലമൊക്കെ തുടയ്ക്കാനും പാത്രം കഴുകാനും ഒക്കെ എന്താണ്? to clean. to grow plants, to grow plants, to grow plants. To cook, to cook, ഭക്ഷണം പാകം ചെയ്യാൻ. ഇതൊക്കെയാണ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. ഫസ്റ്റ് ടു വാഷ് അലക്കാൻ. പിന്നെ ടു ബാത്ത് നമുക്ക് കുളിക്കണമെങ്കിൽ. ടു പുട്ട് ഔട്ട് ഫയർ തീ കെടുക്കണമെങ്കിൽ. ടു ക്ലീൻ തുടക്കണമെങ്കിൽ, വൃത്തിയാക്കണമെങ്കിൽ. ടു ഗ്രോ പ്ലാന്റ്സ്, ടു കുക്ക്. ഇതൊക്കെ എന്താണ് യൂസസ് ഓഫ് വാട്ടർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഏതൊക്കെയാണ് ഗെറ്റ് വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? സോഴ്സസ് എന്ന് പറഞ്ഞാൽ റെയിന്, റിവേഴ്സ് ആൻഡ് വെൽസ്. റെയിൻ, റിവേഴ്സ്, വെൽസ്. റെയിൻ, റിവേഴ്സ് ആൻഡ് വെൽസ് ഇതൊക്കെയാണ് സോഴ്സസ് കേട്ടോ. അത്രയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, turn the next page. We waste water wise. Carefulness of water. Okay, വെള്ളം എന്താണ്? വാട്ടർ ഇസ് പ്രഷ്യസ് ആണ് അല്ലേ. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ അമൂല്യമാണ്. വെള്ളം അമൂല്യമാണ്. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് we can't live. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സോ എന്താണ്? വാട്ടർ ഇസ് പ്രഷ്യസ്. വെള്ളം അമൂല്യമാണ്. അതുകൊണ്ട് എന്താണ്? we must not waste water. എന്താണ്? we must not waste water. വെള്ളം വേസ്റ്റ് ആക്കരുത്. വെള്ളം അമൂല്യമാണ്. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷ്യസ് അമൂല്യം. PRECIOUS പ്രഷ്യസ് അമൂല്യമാണ്. മൂല്യമില്ലാത്തതാണ്. അമൂല്യം മൂല്യമുള്ളതാണ് കേട്ടോ. പ്രഷ്യസ്. വാട്ടർ ഈസ് പ്രഷ്യസ്. അത് നമുക്ക് വിലപിടിപ്പുള്ളതാണ്. അതാണ് പ്രഷ്യസ് കേട്ടോ. വാട്ടർ ഈസ് പ്രഷ്യസ്. സോ വി മസ്റ്റ് നോട്ട് വേസ്റ്റ് വാട്ടർ. അതുകൊണ്ട് നമ്മൾ വെള്ളം വേസ്റ്റ് ആക്കരുത്. ഹൗ ക്യാൻ വി സേവ് വാട്ടർ? എങ്ങനെ നമ്മൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ വെള്ളം സംരക്ഷിക്കും? എങ്ങനെയൊക്കെ വെള്ളം സംരക്ഷിക്കാം? Can you say how can we save water? First, close the taps after use. 2 points മാത്രമേ തന്നിട്ടുള്ളൂ. എന്തൊക്കെയാണ്? ക്ലോസ് ദി ടാപ്പ് ആഫ്റ്റർ യൂസ്. നമ്മൾ പല്ല് തേക്കുമ്പോഴും പിന്നെ കുളിക്കുമ്പോഴും
വണ്ടികൾ കഴുകുമ്പോഴും അല്ലേ, അലക്കുമ്പോഴും ഒക്കെ എന്ത് ചെയ്യാം, പൈപ്പ് അവിടെ ഇങ്ങനെ തുറന്നിടും അല്ലേ. ആവശ്യത്തിന് മാത്രം വെള്ളമെടുത്ത് അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, ആഫ്റ്റർ യൂസ് വി ക്ലോസ് ദി ടാപ്പ്. ഇതാണ് കേട്ടോ. പല്ല് തേക്കും ചിലരൊക്കെ എങ്ങനെയല്ലേ, പല്ല് തേക്കുന്ന സമയത്ത് പൈപ്പ് നമ്മൾ പല്ല് തേച്ച് കഴിയുന്നവരെ വെള്ളം അവിടെ തുറന്നിടും. ആ പാടുണ്ടോ? നോ, നോട്ട് വേസ്റ്റ് വാട്ടർ. സോ വാട്ട് വാട്ടർ ഈസ് പ്രഷ്യസ്. വെള്ളം അമൂല്യമാണ്. വെള്ളമില്ലാതെ നമുക്ക് ഡോണ്ട് ലീവ്, ജീവിക്കാൻ കഴിയില്ല. സോ വി ഡോണ്ട് വേസ്റ്റ് വാട്ടർ. ഇവിടെ നമ്മൾ വെള്ളം വേസ്റ്റ് ആക്കരുത്. നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്ലോസ് ദി ടാപ്പ്. ആവശ്യത്തിന് മാത്രം വെള്ളം എടുത്തിട്ട് ആവശ്യം കഴിയുമ്പോൾ ക്ലോസ് ചെയ്യാം, ടാപ്പ് ക്ലോസ് ചെയ്യാം. ഓക്കെ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ടേൺ ഓഫ് ദി ടാപ്പ് വൈൽ ബ്രഷിംഗ് യുവർ ടീത്ത്. ഇത് തന്നെയാണ്, ടേൺ ഓഫ് ദി ടാപ്പ് വൈൽ ബ്രഷിംഗ് അവർ ടീത്ത്. പല്ല് തേക്കുന്ന സമയത്ത് ടേൺ ഓഫ്, പൈപ്പ് ഓഫ് ആക്കുക. ഓക്കെ. ക്ലോസ് ദി ടാപ്പ് ആഫ്റ്റർ യൂസ്, ടേൺ ഓഫ് ദി ടാപ്പ് വൈൽ ബ്രഷിംഗ് യുവർ ടീത്ത്. പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷ് വെള്ളം തുറന്നു വിടാതിരിക്കുക, ടാപ്പ് കൂട്ടുക. ഈ 2 പോയിന്റ്സുകളാണ് അതിന് വെള്ളത്തെക്കുറിച്ച്, വെള്ളത്തിൻ്റെ കെയർഫുൾ ഇമ്പോർട്ടൻസ് കേട്ടോ. വാട്ടർ ഈസ് പ്രഷ്യസ്, വി മസ്റ്റ് നോട്ട് വേസ്റ്റ് വാട്ടർ. ഹൗ ക്യാൻ വി സേവ് വാട്ടർ? ക്ലോസ് ദി ടാപ്സ് ആഫ്റ്റർ യൂസ്, turn off the tap while brushing your teeth. Okay, understand? Okay, all of you read this part. All of you read. Okay, water. All plants, animals and human beings need water to live. All plants, animals and human beings need water to live. We get water from rain, rivers and wells. We get water from rain, rivers and wells. We need water for many things. We need water for many things. പല ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു. To wash, to bath, to put out fire, to clean, to grow plants, to cook. ഇതൊക്കെയാണ് uses of plants, uses of water. And turn the next page. Be water wise. Water is precious. വെള്ളം എന്താണ്? അമൂല്യമാണ്. We must not waste water. നമ്മൾ വെള്ളം വേസ്റ്റ് ആക്കരുത്, നശിപ്പിച്ച് കളയരുത്. How can we save water? എങ്ങനെ നമ്മൾ സേവ് ചെയ്യും? ഫസ്റ്റ് പോയിന്റ്, ക്ലോസ് ദി ടാപ്പ് ആഫ്റ്റർ യൂസ്. ഉപയോഗത്തിന് ശേഷം ടാപ്പ് ക്ലോസ് ചെയ്യാം. Turn off tap while brushing your teeth. പല്ല് തേക്കുന്ന സമയത്ത് turn off tap, ടാപ്പ് കൂട്ടിയിടുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, ലെറ്റ് us recall എയർ. ഫസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിലെ എയർ അല്ലേ. പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് നീഡ് എയർ ടു ബ്രീത്ത്. പിന്നെ പ്ലാന്റ്സ് ക്ലീൻ ദി എയർ, ഡസ്റ്റ് ആൻഡ് സ്മോക്ക് മേക്സ് ദി എയർ ഡർട്ടി. ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ് കണ്ടു. ഈ ക്ലാസ്സിൽ വാട്ടറിൻ്റെ ഉപയോഗങ്ങൾ, വാട്ടർ, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ് നീഡ് വാട്ടർ ടു ലീവ്. ജീവിക്കണമെങ്കിൽ പ്ലാന്റ്സിനും ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും വെള്ളം അത്യാവശ്യമാണ്. പിന്നെ എവിടുന്നൊക്കെയാണ് വെള്ളം കിട്ടുന്നത്? വി ഗെറ്റ് വാട്ടർ ഫ്രം റെയിൻ, റിവർ ആൻഡ് വെൽസ്. വി ഗെറ്റ് വാട്ടർ ഫ്രം റെയിൻ, റിവർ ആൻഡ് വെൽസ്. പിന്നെ വി നീഡ് വാട്ടർ ടു, എന്തിനൊക്കെ വെള്ളം ഉപയോഗിക്കുന്നു? വാഷ് ചെയ്യാൻ, കുക്ക് ചെയ്യാൻ, ബാത്ത് ചെയ്യാൻ അല്ലേ, ക്ലീൻ, ഗ്രോ പ്ലാന്റ്സ്, പുട്ട് ഔട്ട് ഫയർ. അതൊക്കെയാണ് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ എങ്ങനെയൊക്കെ ഹൗ ക്യാൻ വി സേവ് വാട്ടർ? വി മസ്റ്റ് ടേൺ ഓഫ് ദി ടാപ്പ് വൈൽ ബ്രഷിംഗ് അവർ ടീത്ത്. നെക്സ്റ്റ്, ക്ലോസ് ടാപ്സ് ആഫ്റ്റർ യൂസ്. ആഫ്റ്റർ യൂസിന് ശേഷം, ആഫ്റ്റർ യൂസ് ക്ലോസ് ദി ടാപ്പ്. ഓക്കെ, ഓക്കെ, all of you take the notebook and write the words. Citation words. Wash, bath. അല്ലേ? ഈ വേർഡ്സ് അതൊന്നും നോട്ട്ബുക്കിലേക്ക് എഴുതാം കേട്ടോ. റൈറ്റ് ആൻസർ കുക്ക്, വാഷ്, ബാത്ത്. പിന്നെ വാട്ടർ സോഴ്സ് ആണ് റെയിൻ, റിവേഴ്സ്, വെൽസ്. പിന്നെ വാട്ടർ ഇസ് പ്രഷ്യസ്, കുക്ക്.
ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. 5 times. Okay. And then you write the third question. Name 3 uses of water. വെള്ളത്തിന്റെ 3 ഉപയോഗങ്ങൾ എഴുതുക കേട്ടോ. നെയിം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം 3 uses of water. Now write one time. After you write 5 times. Stop. Wash. W-A-S-H. Wash. Bath. B-A-T-H. Bath. ഇതൊന്നും മിസ്സിന് സെൻഡ് ചെയ്ത് തരത്തില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ പറയുന്നത്. Wash. W-A-S-H. Wash. Bath. B-A-T-H. Bath. Rain. R-A-I-N. Rain. Rivers. R-I-V-E-R-S. Rivers. Wells. W-E-L-L-S. Wells. Precious. P-R-E-C-I-O-U-S. Precious. Cook. കേട്ടോ. മിസ് സെൻഡ് ചെയ്ത് തരത്തില്ല. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ നോട്ട്സുകൾ എഴുതി പഠിക്കുക കേട്ടോ. എത്ര വേർഡ്സുകൾ നോട്ട്ബുക്കിലേക്ക് 5 times എഴുതുന്നതാണ്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എഴുതുക. നെയിം 3 uses of water. വെള്ളത്തിന്റെ 3 ഉപയോഗങ്ങൾ എഴുതുക. ആൻസർ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? 3 uses of water. We use water. We use water. USC anta. We use water to എന്തൊക്കെയാണ്? Cook. Water to cook. പിന്നെ കുടിക്കാൻ അല്ലേ? drink. To cook, to drink, to bath. ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി കേട്ടോ. We use water to cook, ഭക്ഷണം പാകം ചെയ്യാൻ, to drink, കുടിക്കാൻ, to bath, കുളിക്കാൻ. ഇതൊക്കെ വെള്ളം ഉപയോഗിക്കുന്നു. Name 3 uses of water. We use water to cook, to drink, to bath. Okay. Okay. Name 3 uses of water. We use water to cook, to drink, to bath. And fourth question, right? Where do we get water from? എവിടുന്നൊക്കെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? Where do we get water from? W-H-E-R-E. Do we get water from? എവിടുന്നൊക്കെ നമ്മൾക്ക് വെള്ളം കിട്ടും? എവിടുന്നൊക്കെയാണ് നമ്മുടെ സ്രോതസ്സുകൾ പറഞ്ഞല്ലോ? എവിടുന്നൊക്കെയായിരുന്നു വെള്ളം കിട്ടുന്നത്? We get water from. Answer. We get water from. First source ആണ് rain. We get water from rain. പിന്നെ rivers. Mention wells. Wells എന്താ? കിണർ അല്ലേ? അതിൽ നിന്നും റിവേഴ്സിൽ നിന്നും വെൽസിൽ നിന്നും അല്ലേ മഴയിൽ നിന്നും നമുക്ക് വെള്ളം കിട്ടും. We get water from rain, rivers and wells. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Where do we get water from? എവിടുന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? We get water from. ആ ക്വസ്റ്റ്യൻ ചേർത്താണ് ആൻസർ എഴുതുന്നത് കേട്ടോ. We get water from rain, rivers and wells. We get ക്വസ്റ്റ്യൻ തന്നെയുള്ളതാണോ? We get water from. അത്രയും ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. ആൻസർ കുറച്ചേ ഉള്ളൂ. Rain, rivers and wells. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതി പഠിക്കുക. We get water from rain, rivers and wells. Okay.
And write my fifth question. What will you do if you find a leaking tap? What will you do? What നിങ്ങൾ എന്ത് ചെയ്യും? What will you do? നിങ്ങൾ എന്ത് ചെയ്യും? What will you do? If you find a leaking tap. Leaking tap എന്ന് പറഞ്ഞാൽ ലീക്ക് ചെയ്യുന്ന ടാപ്പ് അല്ലേ? ലീക്കിംഗ് ടാപ്പ്. വെള്ളം ലീക്ക് ചെയ്യുന്ന ടാപ്പുകൾ ഉണ്ടോ? ആ ടാപ്പുകൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടത്? പൈപ്പ് ലീക്ക് ആയാലേ നമ്മളൊരു പ്ലംബറിനെ വിളിച്ചിട്ട് അല്ലേ പൈപ്പൊക്കെ ലീക്ക് ചെയ്യുമ്പം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? പ്ലംബർ. പ്ലംബറിനെ വിളിച്ചിട്ട് അത് റിപ്പയർ ചെയ്യണം അല്ലേ? അപ്പോൾ എഴുതേണ്ടത് എങ്ങനെയാ? വാട്ട് വിൽ യു ഡു ഇഫ് യു ഫൈൻഡ് എ ലീക്കിംഗ് ടാപ്പ്? ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ ക്വസ്റ്റ്യൻ വലുതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതിക്കാം കേട്ടോ. ടു ഇൻഫോം എ പ്ലംബർ ടു റിപ്പയർ ഇറ്റ്. അത്ര മാത്രം എഴുതിയാൽ മതി. എന്താ എഴുതേ? ടു ഇൻഫോം ആരെയാണ് അറിയിക്കുന്നത്? ഇൻഫോം എ പ്ലംബർ. PLUMBER പ്ലംബറിനെ അറിയിക്കണം. ടു റിപ്പയർ ഇറ്റ്. അത് റിപ്പയർ ചെയ്യാം. What will you do if you find a leaking tap? Answer: to inform a plumber to repair it. അത് റിപ്പയർ ചെയ്യാൻ ഒരു പ്ലംബറിനെ ഏൽപ്പിക്കാം. ഓക്കെ. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് 3 ഇപ്പം എഴുതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 എഴുതി അല്ലേ? ഫസ്റ്റ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നെയിം 3 യൂസസ് ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ 3 ഉപയോഗങ്ങൾ. സിമ്പിൾ ചാപ്റ്ററാണ് അല്ലേ? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. 3 ഉപയോഗങ്ങൾ എന്തൊക്കെയായിരുന്നു? വി യൂസ് വാട്ടർ ടു കുക്ക്, ടു ഡ്രിങ്ക്, ടു ബാത്ത്. ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും കുളിക്കാനും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ, വേർ ഡു വി ഗെറ്റ് വാട്ടർ ഫ്രം? എവിടെ നിന്നുമാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ സോഴ്സ് ഓഫ് വാട്ടർ ആണ്. എവിടെ നിന്നും കിട്ടുന്നത്? എവിടെ നിന്നാണ്? വി ഗെറ്റ് വാട്ടർ ഫ്രം റെയിൻ, റിവേഴ്സ് ആൻഡ് വെൽസ്. എന്തൊക്കെയാണ്? വി ഗെറ്റ് വാട്ടർ ഫ്രം റെയിൻ, റിവേഴ്സ് ആൻഡ് വെൽസ്. മഴയിൽ നിന്നും നദിയിൽ നിന്നും കിണറിൽ നിന്നും ഒക്കെ നമുക്ക് വെള്ളം കിട്ടുന്നു. Next, fifth question. What will you do if you find a leaking tap? ഒരു leaking tap നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? What will you do? എന്ത് ചെയ്യും? എന്ത് ചെയ്യാം? To inform a plumber. ഒരു പ്ലംബറിനെ അറിയിക്കും അല്ലേ? To repair it. അത് റിപ്പയർ ചെയ്യാൻ ഒരു പ്ലംബറിനെ അറിയിക്കും. ഓക്കെ. Okay. And next, all of you turn the text page number exercise part 188, page number 188. Okay, this part, which of the following does not need water to live? വെള്ളം ആവശ്യമില്ലാത്തത്, ജീവിക്കണമെങ്കിൽ വെള്ളം ആവശ്യമില്ലാത്തത് ഇതിൽ ഏതാണെന്നുള്ളത് ടിക്ക് ചെയ്യാം. ഡോഗ്, വെള്ളം വേണ്ടേ? ഡോഗിന് വെള്ളം വേണം അല്ലേ? പാരറ്റ് അല്ലേ? പാരറ്റിന് വെള്ളം വേണം. മാംഗോ ട്രീ, മരത്തിന് വേണ്ടേ? ചെടികൾക്ക് വേണ്ടേ? വേണം. ബലൂണിന് വേണം വെള്ളം. ബലൂണിന് ജീവിക്കുന്ന വെള്ളം വേണോ? വേണ്ട. അപ്പം ആ ബലൂണിന് കോളം ചിക്ക് ചെയ്യുക കേട്ടോ. ബലൂൺ ഡസ് നോട്ട് നീഡ് വാട്ടറാണ്. വെള്ളം ആവശ്യമില്ലാത്തവയ്ക്ക് ചിക്ക് ചെയ്യാനാണ് ആ ബലൂൺ. ഓക്കെ. നെക്സ്റ്റ് 189, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ചിക്ക് കൊടുക്കുക, ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് കൊടുക്കുക കേട്ടോ. ട്രൂസും. ഓക്കെ. ഫസ്റ്റ്, only animals need
എയർ ആൻഡ് വാട്ടർ ടു ലീവ്. ഒൺലി ആനിമൽസ്. ആനിമൽസിനും മാത്രമേ എയറും വാട്ടറും ആവശ്യമുള്ളൂ. മതിയോ? ആനിമൽസിന് മാത്രം മതിയോ? ആനിമൽസിന് വേണം, പ്ലാന്റ്സിന് വേണം, ഹ്യൂമൻ ബീങ്സിന് വേണം അല്ലേ? എല്ലാവർക്കും വാട്ടറും എയറും ആവശ്യമാണ് അല്ലേ? സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് എന്താണ്? ഫാൾസ് ആണ് അല്ലേ? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ പുട്ട് ഹിയർ ഫാൾസ്. ക്രോസ് കൊടുക്കുക. ഒന്നാമത് ക്രോസ് കൊടുക്കുക. ഒള്ളി ഇതിന് അർത്ഥം എന്താ ഇങ്ങനെ വരുന്നത്? ഒള്ളി ആനിമൽസ് നീഡ് എയർ. ആനിമൽസിന് മാത്രമേ എയറും വാട്ടറും ആവശ്യമുള്ളൂ എന്നാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ പുട്ട് ഫാൾസ്. ക്രോസ്. സെക്കൻഡ്, മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. മൂവിങ് എയറിനെ വിൻഡ് എന്ന് പറയും. ആണോ? മൂവിങ് എയറിനെയാണോ വിൻഡ് എന്ന് പറയുന്നത്? യെസ്. സോ പുട്ട് രണ്ടാമത്തെ എന്താണ്? ചെക്ക് ചെയ്യാം കേട്ടോ. മൂവിങ് എയറിനെയാണ് നമ്മൾ വിൻഡ് എന്ന് പറയാം അല്ലേ? മൂവിങ് എയർ ഈസ് കോൾഡ് വിൻഡ്. ഓക്കെ. ആൻഡ് തേർഡ്, വി ക്യാൻ സീ എയർ. നമുക്ക് എയറിനെ കാണാൻ കഴിയും. കാണാൻ കഴിയുന്നുണ്ടോ? ആർക്കെങ്കിലും എയറിനെ കാണാൻ കഴിയുന്നുണ്ടോ? നോ. വി ഫീൽ ഇറ്റ് അല്ലേ? വി ക്യാൻ സീ. സോ തേർഡ് എന്താണ്? ഫാൾസ്. വി ക്യാൻ സീ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. വി കാണ്ട് സീ ആണ്. വി കനോട്ട് സീ ആണ് അല്ലേ? എയറിനെ കാണാൻ കഴിയില്ല. സോ പുട്ട് ക്രോസ്. ആൻഡ് ഫോർ, we do not need water to grow crops. We do not need water to grow crops. ക്രോപ്സ് എന്താണ്? ധാന്യങ്ങൾക്ക് നെല്ലും ഗോതമ്പും ഒക്കെ അല്ലേ? അവയൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമില്ല എന്നാണ്. വെള്ളം ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? We do not need water to grow crops. It is false. ഫോർ എന്താണ്? ക്രോസ്. ഫാൾസ് ആണ്. And 5, we should close the tap after use. After use അല്ലേ? ഉപയോഗത്തിന് ശേഷം ക്ലോസ് ചെയ്യണം അല്ലേ? ചെയ്യണേ? സോ ഇറ്റ് ഈസ് കറക്റ്റ്. ചെക്ക്. അപ്പോൾ ഇതിൽ സെക്കൻഡും ഫിഫ്ത്തും മാത്രമേ ഉള്ളൂ കറക്റ്റ്. ബാക്കിയൊക്കെ ഫാൾസ്. ഓക്കെ. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലൈഫ് സ്കിൽസ്. വാട്ട് ആർ ദി തിങ്സ് യു ഡു ടു സേവ് വാട്ടർ? യെസ് ഓർ നോ? നമ്മൾ വെള്ളം സേവ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ യെസ്, ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ തെറ്റാണെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. കീപ് ദി ടാപ്പ് റണ്ണിങ് വൈൽ യു ബ്രഷ്. ബ്രഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം അങ്ങനെ തുറന്നിടണം. ടാപ്പ് തുറന്നിടണം. വേണോ? നോ. അവിടെ നോ എഴുതുക. ഫസ്റ്റ് നോ. ഇത് ഫിനിഷ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണ്ടേ? ടേൺ ഓഫ് അല്ലേ? പൈപ്പ് ഓഫ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് തെറ്റ്. നോ, ചെയ്യരുത്. സെക്കൻഡ്, ഹെൽപ്പ് യുവർ ഫാമിലി കളക്ട് റെയിൻ വാട്ടർ. റെയിൻ വാട്ടർ അല്ലേ? മഴവെള്ളം കളക്ട് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യണം. വേണ്ടേ? റെയിൻ വാട്ടർ കളക്ട് ചെയ്യണം. യെസ്. തേർഡ്, ഫിൽ എ ഗ്ലാസ് വിത്ത് വാട്ടർ. ഡ്രിങ്ക് ഓൺലി എ ലിറ്റിൽ ആൻഡ് ത്രോ അവേ ദി റെസ്റ്റ്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറച്ച് മാത്രം കുടിച്ചു, ബാക്കി നമ്മൾ കളയണം. അങ്ങനെയാണോ വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം മുഴുവൻ കുടിക്കണം അല്ലേ? വെള്ളം കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കണം. വെള്ളം വേസ്റ്റ് ആക്കരുത്. സോ ഈസ് നോ. ത്രോ ഗാർബേജ് ഇൻ ദി പോണ്ട്, വെൽ, റിവർ ഓർ ലേക്ക്. ഗാർബേജ് വേസ്റ്റുകളൊക്കെ നമ്മുടെ പോണ്ടിൽ റിവറിൽ ലേക്കിലോ കൊണ്ടിടുന്ന വേസ്റ്റുകൾ ഇടാൻ പാടുണ്ടോ? വെള്ളം ഉണ്ടാവും, ഡർട്ടി വാട്ടർ ആവും അല്ലേ? അത് ചെയ്യാൻ പാടില്ല. സോ നോ. ആൻഡ് 5, open the tap to fill a bucket and then forget about it. Open the tap to fill a bucket and then നമ്മൾ വെള്ളം തുറന്നു വിട്ടു, ബക്കറ്റിലേക്ക് വെള്ളം തുറന്നു വിട്ടു, നമ്മളങ്ങ് മറന്ന് വേറെ പണിയിലേക്ക് പോയി. ചെയ്യാൻ പാടുണ്ടോ? വെള്ളം ഒന്ന് നിറഞ്ഞ് വെള്ളം വേസ്റ്റ് ആവുന്ന പറ്റേ ബക്കറ്റ് നിറഞ്ഞ് വേസ്റ്റ് ആവും. സോ ദിസ് നോ. നെക്സ്റ്റ്, വാല്യൂസ് ഫോർ ലൈഫ്. വാല്യൂസ്, ജീവിതത്തിലെ മൂല്യങ്ങൾ. Value likes a trap, insects and
small animals inside closed bottles. Do you agree with this? Why? What you tell value? Value likes to trap insects and small animals closed. വേലു എന്താ ചെയ്തേ? ഇൻസെക്റ്റുകളെയൊക്കെ പ്രാണികളെയൊക്കെ പിടിച്ച് ബോട്ടിൽ കുപ്പിയിലൊക്കെ അടച്ചു വെക്കുന്ന സ്വഭാവമുണ്ട്. ഡു യു അഗ്രി വിത്ത് ദിസ്? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? വാട്ട് വിൽ യു ടെൽ യു? നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ശരിയാണോ? നമ്മൾ മൃഗങ്ങളെയൊക്കെ പിടിച്ച് കൊല്ലുകയാണോ? പ്രാണികളെയൊക്കെ ബോട്ടിൽ അടച്ചു വിട്ടാൽ സംഭവിക്കുക? അതിന് എയർ കിട്ടുമോ? എയർ വേണ്ടേ? ജീവിക്കണമൊക്കെ എയർ വേണ്ടേ? അപ്പോൾ എന്താവും? ചത്തുപോകും അല്ലേ? അപ്പം വേലി ശരിയാണോ? അല്ല, പ്രാണികളെ നമ്മൾ കൊല്ലാൻ പാടില്ല. അതൊക്കെ എയർ വേണം, ജീവിക്കണമെങ്കിൽ എയർ വേണം. അതുകൊണ്ട് അതിനെ പ്രാണികളിൽ നിന്ന് പിടിച്ച് നമ്മൾ കുപ്പിയിൽ അടച്ചു വയ്ക്കരുത് കേട്ടോ. നെക്സ്റ്റ് പേജ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല കേട്ടോ. 190 ഹോട്ട്സ്. നെയിം എനി ടു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെയിം എനി ടു തിങ്സ് ദാറ്റ് give out smoke on burning. Things that give out smoke on burning. ഏതൊക്കെ തിങ്സ് കത്തിക്കുമ്പോഴാണ് സ്മോക്ക് ബേണിംഗ് കത്തിക്കുമ്പോഴാണ് സ്മോക്ക് വരുന്നത് അല്ലേ? പുക വരുന്നത്. തിങ്സ് ദാറ്റ് ഗിവ് ഔട്ട് സ്മോക്ക് ബേണിംഗ്. പേപ്പർ അല്ലേ? പേപ്പർ നമ്മൾ കത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? പുക ഉണ്ടാവും അല്ലേ? പേപ്പർ. പിന്നെ ഡ്രൈ ലീവ്സ് അല്ലേ? ഉണക്കിയിലകൾ കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കാം? പുക വരും അല്ലേ? ഇവിടെ നിങ്ങൾ രണ്ടെണ്ണം പേപ്പറും ഡ്രൈ ലീവ്സും എഴുതിക്കുക. ഫസ്റ്റ് things that give out smoke on burning. പിന്നെ things which move with the help of air. എയറിൻ്റെ ഹെൽപ്പോട് കൂടി മൂവ് ചെയ്യുന്നത്. എയറിൻ്റെ ഹെൽപ്പോട് കൂടി മൂവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ബോള് അല്ലേ? എയറിൻ്റെ ഹെൽപ്പോട് കൂടിയല്ലേ? ടയർ, ball, tire. Next, things into which you can fill air. Air fill ചെയ്യുന്നത് ഏതൊക്കെയാണ്? ടയർ അല്ലേ? ബലൂണ്. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. And then next, yours activity. Read the clues. Find the words and complete the crossword. ഇവിടെ ക്ലൂ തന്നിട്ടുണ്ട്. അത് ക്രോസ്വേഡ് കംപ്ലീറ്റ് ആക്കാനാണ്. ഫസ്റ്റ്, വി യൂസ് വാട്ടർ ടു പുട്ട് ഔട്ട്. നമ്മൾ വെള്ളം ഉപയോഗിച്ച് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക. പുട്ട് ഔട്ട് എന്ത് കെടുത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത്? വെള്ളം ഉപയോഗിക്കുന്നത് പുട്ട് ഔട്ട് ഫയർ ആണല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം. ക്രോസ്വേഡിലെ നമ്പർ 1 നോക്കിയേ അല്ലേ? ക്രോസ് ഡൗണിലേക്കാണ് ഫയർ. We use water to put out. First you write here fire. Number fire. അപ്പോൾ ഫയർ എഴുതേണ്ട സ്ഥലം തന്നെ ഇവിടെയാണ് നമ്പർ 1 വന്നിരിക്കുന്നത് കേട്ടോ. FIRE. അവിടെ ഫയർ കൊടുക്കുക. ഇവിടെ എഴുതുക ഫയർ. അത് നിങ്ങൾ എഴുതിക്കോളൂ. മിസ് ഇവിടെ മാത്രമേ എഴുതി തരുള്ളൂ. നിങ്ങൾ ക്രോസ് കംപ്ലീറ്റ് ആക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. യുവേഴ്സ് ആക്ടിവിറ്റിയാണ്. ഫസ്റ്റ്, വി യൂസ് വാട്ടർ ടു പുട്ട് ഔട്ട് ഫയർ. സെക്കൻഡ്, ലൈക്ക് us, നമ്മളെപ്പോലെ ഡാഷ് ഓൾസോ നീഡ് വാട്ടർ. നമ്മളെപ്പോലെ തന്നെ ആർക്കും വെള്ളം ആവശ്യമുണ്ട്. സെക്കൻഡ് നോക്കിയേ, സെക്കൻഡ് ആൻഡ് 6 കണ്ടോ? സെക്കൻഡ് 6 ഒരു കുളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം 6 സെക്കൻഡ് എങ്ങോട്ടാണ്? ഇങ്ങോട്ട് പോകാം കേട്ടോ. ലൈക്ക് us, ആനിമൽസ് ഓൾസോ നീഡ് വാട്ടർ അല്ലേ? നമ്മളെപ്പോലെ തന്നെ ആനിമൽസിന് വെള്ളം ആവശ്യമുണ്ട്. ഇവിടെ എഴുതട്ടെ ആനിമൽസ്. ലൈക്ക് us, ആനിമൽസ്. നമ്മളെപ്പോലെ തന്നെ ആനിമൽസിന് വെള്ളം ആവശ്യമുണ്ട്. ലൈക്ക് us, ആനിമൽസ്. ഫസ്റ്റ് ഫയർ. Here you write animals. And here you write here animals. ANIMALS, animals. Here fire. And third, we must prepare all dash taps. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡാഷ് ടാപ്സുകളും ലീക്കിംഗ് ടാപ്സ് അല്ലേ? ലീക്കിംഗ് ആയ ടാപ്സുകളല്ലേ പ്രിപ്പയർ ചെയ്യരുത്. വി മസ്റ്റ് പ്രിപ്പയർ
or leaking taps. L-E-A-K-I-N-G. Third എന്താണ്? Leaking. All leaking taps repair. Leaking 3 ആണ്. നമ്പർ നോക്കുക നിങ്ങൾ കേട്ടോ. And see here 3. അത്ര താഴേക്ക് leaking. L-E-A-K-I-N-G. leaking കൊടുക്കുക. We must repair all leaking taps. Okay. And 4. തുടങ്ങിയോ? Okay. Then fourth one, we get water when it എപ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? We get water when it rains. അല്ലേ? മഴ പെയ്യുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അല്ലേ? 4 rains. Can you see this? 4 rains. Okay. First fire, second animals, third leaking tap. L-E-A-K-I-N-G. leaking tap. 4 rains. When we get water when it rains. And you write here rains. 4th. And 5, if we take dash out of water, they will die. ആര് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോഴാണ് ചത്തുപോകുക? ആരാണ് വെള്ളത്തിൽ വളരുന്ന ആനിമൽസ്? ഏതാണ്? യെസ്, ഫിഷ്. അപ്പം if we take fish out of water, they will die. Fish. 5th, F-I-S-H, fish. And right here F-I-S-H, fish. And last, it is all around us. എന്താണ് നമ്മുടെ ചുറ്റുമുള്ളത്? all around us, air. Air. It is all around us, air. You write here 6th, A-I-R. Okay. You finished this crossword. Self activity. You write this clues. ഈ ക്ലൂസ് നോക്കി നിങ്ങൾ ഈ ക്രോസ്വേഡ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ. ആൻഡ് ദെൻ ഹൗ ഡു യു ഫീൽ വെൻ ഇറ്റ് റെയിൻസ്? ഡു യു ലൈക്ക് ദി സ്മെൽ ഓഫ് സോയിൽ ഡ്യൂറിങ് ദി ഫസ്റ്റ് റെയിൻസ്? ഹൗ ഡു യു ഫീൽ വെൻ ഇറ്റ് റെയിൻസ്? നമുക്ക് ഫസ്റ്റ് ഫീലിംഗ്, ആദ്യമായിട്ട് നമുക്ക് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? അല്ലേ? മണ്ണൊക്കെ ഉണങ്ങി പൊടി പിടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? ആ അവസ്ഥയിൽ ആദ്യമായിട്ട് നമുക്ക് മഴ പെയ്യുമ്പോൾ ഡു യു ലൈക്ക് ദി സ്മെൽ ഓഫ് സോയിൽ? ആ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന സോയിലിനൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? ഫസ്റ്റ് റെയിനിൽ പെയ്യുന്ന സോയിലിൻ്റെ സ്മെല്ല് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? അത് നിങ്ങളൊന്ന് ചർച്ച ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേരൻസുമായിട്ട് ചർച്ച ചെയ്യാം. ഹൗ ഡു യു ഫീൽ വെൻ ഇറ്റ് റെയിൻസ്? എന്താണ് നിങ്ങൾക്ക് മഴ പെയ്യുമ്പോഴുള്ള ഫീലിങ്സ് കേട്ടോ? ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് യുവർ പേരൻസ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഇതിലെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ട്രൂ ഓർ ഫോൾസിലുണ്ട്. പിന്നെ 5 ക്വസ്റ്റ്യൻ ആൻസറുകൾ. ക്വസ്റ്റ്യൻ ആൻസർ നന്നായിട്ട് പഠിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അല്ലേ? ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. ടീച്ചേഴ്സ് ടെസ്റ്റ് പേപ്പർ പറയുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് പേപ്പറിന് റെഡിയാകുക. ഓക്കെ. നൗ ഐ വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 7th ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ. സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.